everyone. Welcome to Roshnisfoodnlife. എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിന് ആദ്യം തന്നെ ഹാപ്പി ദിവാലി. അപ്പം ദിവാലി ആയിട്ട് നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കട്ട്ലേറ്റ് സീരീസ് ആയിരുന്നു. പക്ഷെ ദിവാലി ആയതുകൊണ്ട് ഒന്ന് ബ്രേക്ക് എടുത്ത് ഒരു സ്വീറ്റ് റെസിപ്പി ചെയ്തിട്ടാകും ബാക്കി കട്ട്ലേറ്റ്സിന്റെ റെസിപ്പി എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്ന് ഈ റെസിപ്പി ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലൈ ലഡു ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലരും മലൈ കുറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും, ലഡു കേട്ടിട്ടുണ്ടാവുമോ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം, ഒന്ന് തീ പോലും കത്തിക്കിടുന്നു അത്രയ്ക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കും വേണേലും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാൻ നോക്കാം എങ്ങനെയാണ് നമ്മുടെ കിട്ടിലെ മലൈ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവാണ്, നമ്മുടെ ലഡു റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ചെയ്യുന്നത് ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് മിക്സിങ് മാത്രമേ ഉള്ളൂ ഈ ലഡുവിൽ കേട്ടോ. അപ്പം പാൽപ്പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും പാൽപ്പൊടി, ചെറിയ ചെറിയ പാക്കറ്റ് വരെ ഇപ്പം അമൂലിന്റെ ആണെങ്കിലും വേറെ ഏത് കമ്പനിയുടെ ആണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പാൽപ്പൊടിയാണ് നമ്മുടെ മെയിൻ മലൈ ലഡുവിന്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ്. ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം. എന്നിരുന്നാലും ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. പഞ്ചസാരയായിട്ടല്ല ചേർക്കുന്നത്, പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ തന്നെ ഞാനൊരു 3 ഏലക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 ഏലക്കയും 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതൂടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി അടുത്തതായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം, അതുപോലെ കിസ്മിസ് വേണം ചേർത്ത് കൊടുക്കാം, വേറെ എന്തെങ്കിലും നട്ട്സോ അതല്ല ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു 8-9 നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ. അപ്പൊ നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് വേണേ ചേർക്കാനായിട്ട്. ഇപ്പം കട്ടിയുള്ള നെയ്യാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ടൊന്ന് ചേർത്തേക്കെ. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പാച്ചില വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നമുക്ക്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ബോൾസ് ആക്കി എടുക്കാം, ചെറുതോ വലുതോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സൈസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ബോൾസ് ആക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഒട്ടും നമുക്ക് ക്രാക്സ് ഒന്നും വരാതെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ബോൾസ് റെഡി ആക്കി എടുക്കാൻ പറ്റുമേ. അപ്പൊ നമുക്ക് ഇനി ബോൾസ് ഉണ്ടാക്കി എടുത്താലോ. ബോൾസ് ആക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ക്രാക്സും വരത്തില്ല, ഒന്ന് പൊട്ടി പോകത്തുമില്ല. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ. നമ്മൾ കടയിൽ വാങ്ങുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അപ്പൊ നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് കൊണ്ട് കത്തിക്കുക പോലും വേണ്ട, വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിനേറെ രസം. അപ്പൊ ജസ്റ്റ് മിക്സിങ് മാത്രമേ നമുക്ക് ഇതിൽ പരിപാടിയായിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഒരു പരിപാടി നമുക്കില്ല. അപ്പൊ ഇത്തവണ ദിവാലിക്ക് ഈ സ്വീറ്റ്സ് എല്ലാവരും തയ്യാറാക്കി നമുക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഒരു തവണ കൂടെ എന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ദിവാലി. അടുത്തൊരു അടിപൊളി കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.